ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സുമാസ് കിങ്ഡമിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ ഓരോ മൊമെൻറ്റ്സും നമ്മൾ എങ്ങനെ എൻജോയ് ചെയ്യണം എന്നതിലാണ് അതിൻ്റെ ഒരു മീനിങ് ഉള്ളത്. അതിപ്പോൾ സന്തോഷമായാലും ശരി, ദുഃഖമാണെങ്കിലും ശരി, അല്ലെങ്കിൽ നമ്മളതിനെങ്ങനെ ആക്സെപ്റ്റ് ചെയ്യണു എന്നതിലാണ് കാര്യം. ആ ഒരു സിറ്റുവേഷൻ ലൈഫിൽ നമ്മളെങ്ങനെ ആക്സെപ്റ്റ് ചെയ്യണു എന്നതിലാണ് അതിൻ്റെ ഒരു മീനിങ് ഉള്ളത്. അപ്പോൾ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുക, നമ്മളെ സ്നേഹിക്കുന്നവരോടൊപ്പം അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്നവരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുക, കുറേ യാത്രകൾ പോവുക, പിന്നെ ഒരുപാട് ആളുകളായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളറിയാതെ തന്നെ ഒരു സോൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ആ സോൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടുമ്പോഴാണ് ലൈഫിൻ്റെ ഒരു ബ്യൂട്ടി നമ്മൾ തിരിച്ചറിയുക അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ളൊരു കുഞ്ഞ് യാത്രേനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഞങ്ങൾ വീക്കെൻഡ് ട്രിപ്പായിട്ട് നമുക്ക് കേരളത്തിൻ്റെ ക്യാപിറ്റൽ സിറ്റിയായ അനന്തപുരിയിലേക്ക്, തിരുവനന്തപുരത്തേക്കൊരു യാത്ര പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളെയും ഞങ്ങളോടൊപ്പം കൂട്ടാമെന്ന് കരുതിയാണ് ഞാനിപ്പോൾ ഈ വ്ളോഗ് ചെയ്യുന്നത്. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണം. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവരുണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൻ്റെ കാര്യം മറക്കണ്ട. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഞാൻ എപ്പോൾ വീഡിയോസ് പോസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ, അപ്പോൾ തന്നെ കാണുവാനും സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് നേരം കളയാതെ വേഗം നമുക്ക് തിരുവനന്തപുരത്തെ വിശേഷങ്ങൾ കാണാൻ പോയാലോ. രാത്രി 10 മണിക്കായിരുന്നു ഞങ്ങളുടെ ട്രെയിൻ. അപ്പോൾ ഡിന്നറൊക്കെ കഴിച്ച് പതുക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. മന്ത്രം ചൊല്ലിയാൽ ലിഫ്റ്റ് തുറക്കുമെന്നായിരുന്നു റോഷൻ്റെ വിശ്വാസം. പറഞ്ഞ പോലെ തന്നെ ലിഫ്റ്റ് തുറന്നു. ശിക്കാരി ശംഭു ആണെന്ന് തോന്നുന്നു. എല്ലാവരും ഹായ് പറ. സ്റ്റേഷനിൽ ഞങ്ങൾക്ക് കുറച്ച് വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നു കേട്ടോ. വീക്കെൻഡ് വരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു സ്റ്റേഷനിൽ. അങ്ങനെ ട്രെയിൻ വന്നു. ഞങ്ങൾ പതിയെ കയറി. ഞങ്ങളുടെ സീറ്റ്സ് എല്ലാം ഒന്ന് ഓക്യുപ്പൈ ചെയ്തു. മുകളിലത്തെ ബർത്തിൽ കയറണമെന്ന് റോഷന് ഭയങ്കര വാശിയായിരുന്നു. അവസാനം അവൻ്റെ വാശി തന്നെ വിജയിച്ചു. ഇതേ മുകളിൽ കയറി സുഖമായിട്ട് ആശാൻ കുറച്ചു നേരം കിടന്നു. നമ്മൾ എവിടെ യാത്ര പോവുകയാണെങ്കിലും സാനിറ്റൈസർ എടുക്കാൻ മറക്കരുത് കേട്ടോ. ഇപ്രാവശ്യം ഞാനത് എടുക്കാൻ മറന്നുപോയി, പക്ഷെ ഭാഗ്യത്തിന് കിട്ടി. രാവിലെ ഒരു 5:30 ഞങ്ങളെല്ലാവരും എഴുന്നേറ്റു. പക്ഷെ ഒരു 6 മണിക്കാണ് ട്രിവാൻഡ്രം സെൻട്രൽ എത്തിയത്. ശനിയാഴ്ച ആണെങ്കിലും എല്ലാ ട്രെയിനുകളിലും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നഗരം ഉണരുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾക്ക് ഹോളിഡേ ഹോമിൽ എത്തണം എന്നുണ്ടായിരുന്നു. അങ്ങനെ തൊട്ടടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡിൽ പോയി ഞങ്ങളൊരു ഓട്ടോ എടുത്തു. നല്ലൊരു ഹോളിഡേ ഹോമാണ് കേട്ടോ. അത്യാവശ്യം വേണ്ടുന്ന ലിവിങ് റൂം, 2 ബെഡ്റൂം, ഒരു ഡൈനിങ് ഹാൾ, ഒരു കിച്ചൺ എല്ലാം ഉള്ള നല്ലൊരു ഹോളിഡേ ഹോമായിരുന്നു. റൂമിൽ പോയി ഫ്രഷനപ്പ് ആയതിനു ശേഷം ഞങ്ങൾ നേരെ പോയത് ഭക്ഷണം കഴിക്കാനാണ് കേട്ടോ. ഇഡ്ഡലിയും ദോശയുമാണ് മെയിനായിട്ട് ഓർഡർ ചെയ്തത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് സൈറ്റ് സീയിങ്ങിന് എങ്ങനെ കറങ്ങാൻ പോകും എന്നുള്ള ആലോചനയിലായിരുന്നു ഞങ്ങൾ. അവസാനം ഞങ്ങൾക്കൊരു ഐഡിയ കിട്ടി. നമ്മൾ 2 ദിവസത്തേക്ക് വേണ്ടിയിട്ട് കാറ് റെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാറ് ഒരു ചേട്ടൻ കൊണ്ടുവന്ന് നമ്മളെ വിളിക്കും. അപ്പോൾ നമ്മൾ പോകും. ഇല്ല റോഷൻ, ഏത് കാറിലാണ് പോണേ? വൈറ്റ് കാറിലാണ് ഞങ്ങൾ പോകുന്നത്. വൈറ്റ് കാർ, അതിൽ കോംപ്രമൈസ് ഇല്ല. വൈറ്റ് കാറിലാണ് പോകുന്നത്. ഇനിയിപ്പോൾ വൈറ്റ് കാർ വന്നിട്ടില്ലെങ്കിലുള്ള അവസ്ഥ എന്താണെന്ന് ദൈവത്തിന് മാത്രം അറിയൂ. എന്നാലും നമുക്ക് നോക്കാം. റോഷൻ പറഞ്ഞ പോലെ വൈറ്റ് കാറൊന്നും വന്നില്ലെങ്കിലും കിട്ടിയ കാറിൽ ഞങ്ങൾ ആദ്യം തന്നെ വാക്സ് മ്യൂസിയത്തിലേക്കാണ് പോയത്. തൊട്ടടുത്തുള്ള സുനിൽസ് വാക്സ് മ്യൂസിയമാണ് ആദ്യം കാണാൻ പോയത്. ഒരുവിധം എല്ലാ പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെയും ഫിലിം സ്റ്റാർസിൻ്റെയും സ്റ്റാച്ചു അവർ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചാച്ചാ നെഹ്റുവിൻ്റെ ആണ്. ഇത് നിങ്ങൾക്ക് കാണാമല്ലോ, വളരെ പെർഫെക്ഷനോട് കൂടിയാണ് അവർ ഈ വർക്ക് ചെയ്തിട്ടുള്ളത്. നല്ല ഫിനിഷിങ് തന്നെ അവർ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സ്കൾപ്ചറിന്. ശരിക്കും ജീവനുള്ള ഒരാളെ പോലെ തന്നെയാണ് നമുക്ക് ഓരോ സ്റ്റാച്ചു കാണുമ്പോഴും തോന്നുന്നത്. അത്രയും ഗംഭീരമായിട്ടുള്ളൊരു ഫിനിഷിംഗ് ആണ് അവർ കൊടുത്തിട്ടുള്ളത്. മുഖത്തെ വേർപ്പ് തുള്ളികൾ പോലും അതേ രീതിയിൽ ഒപ്പിയെടുക്കാനായിട്ട് അവർ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടമായത് ബാഹുബലി, സച്ചിൻ ടെണ്ടുൽക്കർ, പിന്നെ രജനീകാന്ത്. ഇത് 3ഉം അടിപൊളിയായിരുന്നു.
മ്യൂസിയം കണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും നല്ല ചൂടായിരുന്നു കേട്ടോ. തൊട്ടടുത്തൊരു മോര് കട ഉണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു അവിടെ. എന്നാൽ പിന്നെ ഞങ്ങളും ഒരു ഗ്ലാസ് സംഭാരം കുടിച്ചിട്ട് ബാക്കി യാത്ര തുടരാമെന്ന് വിചാരിച്ചു. നന്നായിണ്ടാ. ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് കുതിരമാളിക എന്ന് പറയുന്ന ഒരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ ഉള്ളത്. അടുത്തതായി നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ നല്ല മോരും വെള്ളം കുടിച്ചു. നല്ല രുചിയായിരുന്നു, നല്ല എരിവായിരുന്നു കേട്ടോ. ഇനി ആ ആശ്വാസത്തോടു കൂടി പാലസ് കാണാൻ വന്നിരിക്കുകയാണ്. ഇത് എന്ത് പാലസാന്ന് പറഞ്ഞ? കുതിരമാലിക പാലസ്. ഗൈസ്, ഈ കുതിരമാലിക പാലസിൽ വന്നപ്പോൾ ടിക്കറ്റ് എടുക്കാൻ നേരത്താണ് ഞാനൊരു കാഴ്ച കണ്ടത്. ഇവിടെ നല്ലൊരു ഊഞ്ഞാലുണ്ട് ചേട്ടാ. ഞാൻ പിന്നിലേക്ക് മറിയുന്നത്. എപ്പോഴും ബ്രേക്ക് ദി റൂൾസ് കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ അവർ പറഞ്ഞത് കേൾക്കാതെ ഞാൻ പോയി ഊഞ്ഞാലിലിരുന്ന് ആടി. പക്ഷേ ഊഞ്ഞാൽ നല്ല ബലത്തിൽ തന്നെ അവർ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഭാഗ്യം. അങ്ങനെ ഊഞ്ഞാലാടി 1-2 റീൽസ് എല്ലാം എടുത്തതിന് ശേഷം പതിയെ ഞങ്ങൾ കുതിരമാളിക കാണാനായിട്ട് അകത്തേക്ക് നടന്നു. കുറേ ദൂരം അകത്തേക്ക് നടക്കാനുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 1.5 കിലോമീറ്ററോളം നടക്കാനുണ്ട്. നടന്ന് കാല് വേദനിച്ച് തുടങ്ങി. കുതിരമാളികയിലേക്ക് പോകും വഴി ചിത്രാലയ എന്ന് പറയുന്ന ഒരു മ്യൂസിയം നമുക്ക് കാണാം. ഒരു ചെറിയ തോതിൽ ഉള്ളൊരു മ്യൂസിയമാണ് ഗൈസ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മണിച്ചിത്രത്താഴൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ആ ഒരു തൃപ്പൂണിത്തുറ പാലസ് ഉണ്ടല്ലോ, അതുപോലെ ഉണ്ട് കാണാൻ. അറിയില്ല ഇതെന്താ സംഭവം എന്നറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. സത്യം പറയാലോ, ഈ ഒരു പാലസ് കാണുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്ന പാട്ട് മണിച്ചിത്രത്താഴ് സിനിമയിൽ തന്നെ പ്രിയമുള്ളൊരാളാരോ ഒരു നാളും പൂക്കാമാം കൊണ്ടേ. ഗൈസ്, എൻ്റെ കൂടെ വന്ന 4 പേരും കാണുന്നില്ല. ദൈവമേ, എനിക്ക് വഴി തെറ്റിയാ. കണ്ടുകിട്ടി. പണ്ട് ഏഷ്യാനെറ്റിൽ ടെലികാസ്റ്റ് ചെയ്തിരുന്ന സ്വാമി അയ്യപ്പൻ എന്ന സീരിയലിൽ പന്തളം കൊട്ടാരമായിട്ട് കാണിച്ചിരുന്നത് ഈ കാണുന്ന കുതിരമാളികയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു സൈഡിൽ മുഴുവനും മരത്തിൽ 122 കുതിരകളുടെ മുഖം കാർവ് ചെയ്ത് ഇവിടെ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു പാലസിന് കുതിരമാളിക എന്ന പേര് വരാൻ കാരണം. ഗൈസ്, അങ്ങനെ നമ്മൾ ഒരു കുപ്പി തണുത്ത വെള്ളമൊക്കെ വാങ്ങി നമ്മുടെ പാലസും പിന്നെ മ്യൂസിയം അതൊക്കെ കണ്ടു. ആ സൈഡിലേക്ക് ഇരിക്കോ. നമുക്കിനി നല്ലൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ലഞ്ച് കഴിക്കാം. അങ്ങനെ ഊണ് കഴിച്ച് ഞങ്ങൾ ഹോളിഡേ ഹോമിൽ പോയി 1 മണിക്കൂർ റെസ്റ്റ് എടുത്തു. സോ ഗൈസ്, നമ്മളിപ്പോൾ പോകുന്നത് കോവളം ബീച്ചിലേക്കാണ്. സമയം വൈകിട്ട് 4:30 കഴിഞ്ഞു. നമുക്ക് ബീച്ച് മാത്രമേ ഇന്നത്തെ ഐറ്റിനറിയിൽ ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ ബീച്ചിലേക്ക് പോകാം. എല്ലാവരും വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. പിന്നെ വൈകുന്നേരം ക്ലൈമറ്റും നല്ല രസമുണ്ട്. പിന്നെ ഈ ഒരു മുറ്റത്ത് ഇങ്ങനെ നടക്കാനായിട്ട് നല്ല സ്പേഷ്യസ് ആയുള്ളൊരു കൂട്ടിയാടായതുകൊണ്ട് നടക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. ഓ, ഇവിടെ നീറ്റാണ്. ഇതാ അവിടെ. അങ്ങനെ ഗൈസ്, നമ്മുടെ കോവളം വിസിറ്റ് കഴിഞ്ഞു. ഇതാ റോഷൻകുട്ടിയെ കണ്ട. ബാക്കി എല്ലാവരും നനഞ്ഞു, പക്ഷേ റോഷനാണ് കംപ്ലീറ്റ് ആയിട്ട് നനഞ്ഞത്. നമുക്ക് കുളിച്ച് തന്നെ കയറി.
ഇപ്പോൾ ഒരു തോർത്തുമുണ്ടിൻ്റെ ബലത്തിലാണ് നിൽക്കുന്നത്. ബീച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഡിന്നർ കഴിച്ചിട്ട് നേരെ പോയി കിടന്ന് ഉറങ്ങിയിട്ടോ. പത്മനാഭൻ്റെ മണ്ണിൽ വന്ന് ഒരു നോക്ക് കാണാതെ പോകുന്നത് എങ്ങനെയാ? പിറ്റേന്ന് പുലർച്ചെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി കൺകുളിർക്ക് ദർശനമെല്ലാം കിട്ടി. വീണ് കിട്ടിയ സമയം കൊണ്ട് മുറ്റത്ത് നിന്ന് ഒരു ഡാൻസ് റീലെല്ലാം ഷൂട്ട് ചെയ്ത് ഞങ്ങൾ പതിയെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഞങ്ങൾ വന്നിട്ടുള്ളത് ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ഒരു പഴയ ബ്രാഞ്ചിലാണ്. ഈ ഒരു കെട്ടിടം എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ഒരു സ്പൈറൽ ഷേപ്പിലാണ് ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ അവർ ചെയ്തിട്ടുള്ളത്. നല്ല ചൂട് മസാല ദോശയും കഴിച്ച് ഞങ്ങൾ അവിടുന്ന് പതിയെ സ്ഥലം വിട്ടു. കവടിയാർ പാലസിൻ്റെ മുൻവശവും വെട്ടുകാട് പള്ളിയും കേരള നിയമസഭയും എല്ലാം ഒരു റൗണ്ട് വിസിറ്റ് ചെയ്തതിന് ശേഷം നല്ല പരിപ്പ് ബോളിയും നല്ല ചൂട് പായസവും എല്ലാം കഴിച്ച് ആസ്വദിച്ച് ഞങ്ങളുടെ ഈ ഒരു ട്രിപ്പ് ഞങ്ങൾ ഭംഗിയായിട്ട് തന്നെ അവസാനിപ്പിച്ചു. ഈ ഒരു ട്രിപ്പ് അടിപൊളിയായിരുന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. തുടർന്നും വീഡിയോ കാണും. Once again, thank you so much for watching this vlog. See you in the next video. Till then, take care. Bye bye.